ഇന്നിപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഉണ്ണിനെ വിളിക്കാൻ വേണ്ടിട്ട് പോയത്. അതിന്റെ ഒരു സന്തോഷത്തിലും കൂടെയാണ് അവള്. അപ്പൊ അവളുടെ കൂട്ടുകാരി ഇന്ന് വൈകിട്ട് ബിരിയാണി കഴിക്കാൻ പോകുന്ന അവളുടെ അടുത്ത് പറഞ്ഞതുകൊണ്ട് എനിക്കും ബിരിയാണി വേണോ അമ്മ എന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. അപ്പൊ ഞങ്ങൾ മെല്ലെ അവളെ ഡൈവേർട്ട് ചെയ്തിട്ട് ഷവർമ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് അൽത്താസിലേക്കാണ് കൊണ്ടുപോയത്. അവിടുത്തെ ഒരുവിധം എല്ലാ ഷവർമകളും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ആണ്, കുഴപ്പമില്ല. കടയുടെ മുന്നിൽ എത്തിയതും അവള് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിന്ന് നോക്കുകയാണ്. കടയുടെ ഫ്രണ്ടിൽ എത്തിയതും തന്നെ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ വേണം, എനിക്ക് അങ്ങനത്തെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കയറി പോണത്. അപ്പൊ ഫ്രണ്ടിൽ എത്തിയതും അവിടെ പിക്ചർ കണ്ടത് അവൾ അവിടെ ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ആയിട്ടാ. അതിന്റെ ഇടയ്ക്ക് നല്ലോണം എഴുതിയതിന് അവൾക്ക് 2 സ്റ്റാർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തും എന്റെ അടുത്തും കാണിച്ചു തരികയാണ്. മാഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സങ്കടവും കൂടെ ഉണ്ട് കേട്ടോ അവൾക്ക്. വെയിറ്റ് ചെയ്തിരിക്കുന്ന ഗ്യാപ്പിൽ അവള് സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, പിന്നെ കടയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്തു. നമ്മൾ പാഴ്സലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിട്ടിയ പാടെ നമ്മൾ എവിടെയും നിന്നില്ല, നേരെ വീട്ടിലേക്ക് വിട്ടോട്ടോ. അത്രയ്ക്ക് കാർമേഘം എടുത്ത് നിൽക്കുകയായിരുന്നു. മഴ ഇപ്പൊ പെയ്യും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ വീട് എത്തിയതിനു ശേഷമാണ് മഴ പെയ്തത്. പിന്നെ ഈ ഇരുന്ന് കഴിക്കുന്ന കണ്ടാ തോന്നും മുഴുവൻ കഴിച്ചു തീർക്കും, അത്രയ്ക്ക് വിശപ്പാണെന്ന്. പക്ഷെ വെറുതെയാണ് കേട്ടോ. 2 വായി കഴിഞ്ഞത് തിരിച്ച് ഞങ്ങളുടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് തരും. അതിന്റെ ഇടയ്ക്ക് വെളിയിൽ ഇത് അടിപൊളി മഴ. ഞങ്ങൾ വീട് വന്ന് എത്തിയതും തുടങ്ങിയ മഴയാണ്. ഒരു മണിക്കൂറോളം അത്യാവശ്യം നല്ല രീതിക്ക് പെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അവരുടെ ഷവർമ റാപ്പ്, വേൾഡ് കപ്പിന്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനെങ്ങാനും ടേസ്റ്റ് നോക്കാൻ ചോദിച്ചാലോ എന്നുള്ളൊരു പേടി കൊണ്ട് വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ കേട്ടു. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒപ്പിച്ച കള്ളപ്പണി കണ്ടുപിടിക്കുകയും ചെയ്തു. അവളാണെങ്കിൽ അതും പിടിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടിവിയും കണ്ടിട്ട്. പിന്നെ അങ്ങോട്ട് 3 പേരും കൂടെ മത്സരമായി ആരാ ആദ്യം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കുട്ടിക്ക് അറിയില്ലല്ലോ കുട്ടി അത് മുഴുവൻ കഴിക്കില്ല എന്നുള്ള കാര്യം. അങ്ങനെ അവള് ബാക്കി വെച്ച സാധനം ഞാനും ഏട്ടനും കൂടെ ഷെയർ ചെയ്തിട്ട് അവസാനം ഞാൻ ഒറ്റയ്ക്ക് അവളെ നോക്കി കൊഞ്ഞണം കുത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ബാക്കി ശേഷം നാളെ കാണാം.